നമസ്കാരം. ഞാൻ ഡോക്ടർ വിനീത ശ്രീകുമാർ, ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. ഏപ്രിൽ 19 ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ലിവർ ഡേ. അതുകൊണ്ട് തന്നെ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കൂടുതൽ അളവിലുള്ള ഫാറ്റ് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ ശരീരത്തിന് കുറച്ച് ഫാറ്റ് ആവശ്യമാണ്. പക്ഷേ ഒരു ലിവറിൻ്റെ വെയ്റ്റിൻ്റെ 5% കൂടുതൽ ഫാറ്റ് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ ഒരു ഡിസീസായിട്ട് നമ്മൾ പറയും. അതിനെയാണ് നമ്മൾ പറയുക ഫാറ്റി ലിവർ ഡിസീസ്. ഇത് മെയിനായിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്ന് ആൽക്കഹോളിക് ലിവർ ഡിസീസും പിന്നെ ഒരെണ്ണം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും. ഈ ആൽക്കഹോളിക് ലിവർ ഡിസീസിനേക്കാളും കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ്. ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ കൂടുതലായി കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ലിവർ കുറച്ചായിട്ട് ഡാമേജായി, ലിവർ സെൽസ് ഡാമേജായി വരുന്നതിനെയാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് നമ്മൾ പറയാറ്. പക്ഷേ നോൺ ആൽക്കഹോളിക് എന്ന് പറയുന്ന ടൈപ്പ് എന്ന് വെച്ചാൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാത്തവർക്ക് പോലും ഈ ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുവരുന്നുണ്ട്. സ്ത്രീകളിലാണെങ്കിലും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാത്തവരിലും ഇത് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന ടൈപ്പാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് വരാനുള്ള കാരണം തന്നെ ഈ പറഞ്ഞ ആൾക്കാർക്ക് ചില തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റിസ്ക് ഫാക്ടർ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഫാറ്റ് കൂടുന്നത് എപ്പോഴാണ്? നമ്മൾക്കൊരു ഓവർ വെയ്റ്റോ ഒരു ഒബീസിറ്റി എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവും. ആ ഒരു കണ്ടീഷനിൽ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വേസ്റ്റ് സൈസ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ആൾക്കാരിലാണ് എപ്പോഴും ഈ ഒബീസിറ്റി എന്ന് നമ്മൾ പറയാം. ആ ആൾക്കാരിൽ ഫാറ്റി ലിവർ ഡിസീസ് കാണാറുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ, കൊളസ്ട്രോൾ എസ്പെഷ്യലി ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ഇതുപോലെ ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലും ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിലും നമുക്കിത് വരാം. പിന്നെ സ്ത്രീകളിൽ പറയുകയാണെങ്കിൽ PCOD പോലുള്ള അസുഖങ്ങൾ, അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ള ആൾക്കാരിൽ ഇത് കൂടുതൽ കണ്ടുവരാം. പിന്നെ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള സ്ത്രീകളിലോ പുരുഷന്മാരിലോ ഇത് കൂടുതലായിട്ട് കാണാം. ഇതൊന്നുമല്ലാതെ ചില തരത്തിലുള്ള മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട്, മേ ബി ഒരു ഹാർട്ട് കംപ്ലയിൻറ്റിൻ്റെയൊക്കെ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ വർഷങ്ങളോളം കഴിക്കുന്ന ആൾക്കാരിലും ഭാവിയിൽ ഇതൊരു ഫാറ്റി ലിവർ ഡിസീസായിട്ട് മാറാറുണ്ട്. ഫാറ്റി ലിവറിൻ്റെ ഇനിയുള്ള സിംറ്റംസ്, അതിൻ്റെ സ്റ്റേജസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് ടിപ്സ്, അതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ അടുത്ത ആഴ്ചകളിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. താങ്ക് യു.